ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനോട്, നോക്കൂ, നിങ്ങളിപ്പോ ഒരു പാമ്പിന്റെ വായ്ക്കകത്ത് കിടക്കുന്ന തവളയെപ്പോലെ പ്രതികരിക്കരുത്. തവളയ്ക്കറിയില്ല, തവള ഇല്ലാതായി പോവുകയാണ്. പാമ്പിന്റെ വായ്ക്കകത്ത് കിടക്കുന്ന തവള ആഗ്രഹിക്കുകയാണ് ഭക്ഷണത്തിന്. അത് രാമായണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചക്ഷുശ്രവണകളസ്തമാം ദർദരം ഭക്ഷണത്തിന് അപേക്ഷിച്ചതുപോലെ എന്ന്. ലക്ഷ്മണ, ഇങ്ങനെയാണ് ജീവിതം. ഇത് നീർക്കുമിള പോലെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നീർക്കുമിളയാണ്. എന്നാൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഒന്നാമത് രാഷ്ട്രമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കൂ. ആ ചുമരില്ലാതാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന കർമ്മ പദ്ധതിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറകോട്ട് പോവുകയും മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് രാമമന്ത്രത്തെ സ്മരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തെറ്റുതിരുത്താൻ തയ്യാറാകണം എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാംലല്ലയിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. 496 വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമന്റെ പുനഃപ്രതിഷ്ഠ നടന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഏറെ കോലാഹലങ്ങളും കോളിളക്കങ്ങളും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയരുകയുണ്ടായി. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ പല പാർട്ടികളും ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അയോധ്യയിൽ കർസേവ നടത്തിയ പ്രവർത്തകർക്ക് ആത്മാഭിമാനത്തോടു കൂടി ഇനി നടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടു കൂടി സമൂഹത്തിന് തങ്ങൾ ചെയ്തത് രാഷ്ട്ര സേവനം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും എന്നാണ് BJPയുടെ സമുന്നത നേതാവായ കേരളത്തിലെ ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുന്നത്. ഇക്കാര്യത്തിൽ, അതായത് രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിതതിൽ പല രാഷ്ട്രീയ കക്ഷികൾക്കും പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഐതിഹാസ ഭൂമിയിൽ, ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂമിയിൽ, ഭാരതത്തിന്റെ പൈതൃക ഭൂമിയിൽ അവരുടെ പൈതൃക വിശുദ്ധി വീണ്ടെടുത്ത് 496 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രേഷ്ഠതയായി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിൽ ഉടനീളം രാഷ്ട്രീയ പ്രതിയോഗികളെ കീറി മുറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെയും അവരുടെ നയവൈകല്യങ്ങളെയും കേന്ദ്രത്തിൽ BJP സർക്കാരിന്റെ പ്രതിയോഗികളായ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന കോൺഗ്രസ്കാരെയും UDF നേതൃത്വത്തെയും അതിനിശിതമായ രീതിയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വിമർശിക്കുന്നത്. കേരളത്തിലെ UDF കക്ഷികൾക്കും അവരുടെ ഘടക കക്ഷികൾക്കുമെല്ലാം കൃത്യമായ രീതിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിലോ രാമന്റെ പ്രതിഷ്ഠ നടത്തുന്നതിലോ ഉള്ള അതൃപ്തിയുണ്ട്. പക്ഷേ അവരാരും ജനസമൂഹത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് രാമപ്രതിഷ്ഠ ശരിയായില്ല എന്ന് പറയുവാൻ ആർക്കും ധൈര്യമില്ല എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നു. രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുവാനോ ചെറുക്കുവാനോ വേണ്ടി മാത്രമാണ് കേരളത്തിലെ ഇടതു വലത് കക്ഷികൾ ശ്രമിക്കുന്നത് എന്നുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നത്. രാഷ്ട്രീയം നോക്കാതെ എന്നും തന്റെ നിലപാടുകളെ സമൂഹത്തിൽ ഉറച്ച ശബ്ദത്തോടുകൂടി ആരുടെ മുഖത്ത് നോക്കി പറയുന്ന നിലപാടുകളാണ് എക്കാലത്തും ശോഭാ സുരേന്ദ്രൻ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തന്റെ മാതൃസംഘടനയായ BJPയിൽ പോലും വെട്ടിയൊതുക്കലിന് ഇരയായിട്ടുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും സമ്മതിക്കുന്നത്. നരേന്ദ്രമോദി നാരീശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ തൃശ്ശൂരിൽ എത്തിയപ്പോൾ നരേന്ദ്രമോദി വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് 2 ലക്ഷം സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ BJPയിൽ നിന്ന് അവസരം കിട്ടിയ വനിത കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്നാൽ പിന്നീട് നരേന്ദ്രമോദി എറണാകുളത്ത് റോഡ് ഷോ നടത്തി കഴിഞ്ഞപ്പോൾ ഈ റോഡ് ഷോയിൽ വേദിയിൽ ഇടമില്ലാതെ നരേന്ദ്രമോദിയെ സദസ്സിൽ ഒരാളായിരുന്നു കൊണ്ട് തന്നെ അഭിവാദ്യം അർപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു ശോഭാ സുരേന്ദ്രന് വന്നുപെട്ടത്. എന്നാൽ തന്റെ രാഷ്ട്ര സേവനത്തിന്, തന്റെ സാമൂഹ്യ സേവനത്തിന്, തന്റെ പാർട്ടിയോടുള്ള തന്റെ കൂറ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നതിന്, പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിന് തനിക്ക് ആരുടെയും ലൈസൻസ് ആവശ്യമില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുന്നത്. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ രാജ്യത്തെ സേവിക്കുന്നത്, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്. രാമജന്മഭൂമിയിലെ രാമപ്രതിഷ്ഠയോടനുബന്ധിച്ച് കർസേവകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ച വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ജയ് ജയ് ശ്രീരാം, ജയ് ജയ് ശ്രീരാം, ജയ് സീതാറാം, ജയ് സീതാറാം. വിദേശ ആക്രമണകാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ വിദേശ ആക്രമണകാരി വന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്തൂപങ്ങളെ തകർക്കുമ്പോൾ ആ വിദേശ ആക്രമണകാരിയെ സ്നേഹിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് സാധിക്കുക? കാരണം രാമൻ രാഷ്ട്രീയമല്ല, രാമൻ ആത്മാവാണ്. രാമൻ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവാണ്. രാമന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ ഭാരതാംബയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു നിമിഷത്തെയാണ് ഞാനും നിങ്ങളും ഏറ്റുവാങ്ങുന്നത്. വല്ലഭായ് പട്ടേലിന്റെ വാക്കുകളെ കടമെടുത്തു കഴിഞ്ഞാൽ അമ്മ തേജസ്വിനിയായി മാറിയിരിക്കുന്നു. നമ്മുടെ ഭാരതാംബ
ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് നിൽക്കുകയാണ്. ആ കർമ്മകാണ്ഡത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ചിക്കാഗോയുടെ ഭൂമിയിൽ ചെന്ന പഴയ നരേന്ദ്രനെ പോലെ ഇന്ന് അഭിനവ നരേന്ദ്രൻ, ശ്രീമാൻ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ ഓരോ പദചലനങ്ങളും ഈ രാഷ്ട്രത്തിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടുക. ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് വിട്ടു നിൽക്കുകയാണല്ലോ, എന്താണ് അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ? കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അതൊരു രാഷ്ട്രീയമാണ്. നമുക്ക് രാമൻ ഒരു രാഷ്ട്രീയമല്ല. കാരണം ഓരോ വീടുകൾക്കകത്തും രാവിലെ എണീറ്റു കഴിഞ്ഞാൽ കരതലങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് ജപിക്കാൻ പഠിപ്പിച്ച അമ്മമാരുള്ള നാടാണിത്. അപ്പം നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നമുക്ക് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പറയുന്നത് പോലെ അവരാണ് പറയുന്നത് ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതൊരു രാഷ്ട്രീയമാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് രാമനെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്തിനകത്ത് 2 പേർ മാത്രം പാർലമെന്റിനകത്തുള്ള സമയത്തും നമ്മുടെ സങ്കല്പം ഇത് തന്നെയായിരുന്നു. രാമൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സനാതനമായിട്ടുള്ള പ്രതീകമാണ് എങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ പരം വൈഭവത്തെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ രാമൻ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് വേണ്ടാതാകുന്നത്? ആ രാമനെ എല്ലാവർക്കുമുള്ള രാമനാണത്. ഈ രാജ്യത്തിന്റെ പരമപവിത്രതയുടെ പ്രതീകമായിട്ടുള്ള രാമനെ എല്ലാവരും ചേർന്നല്ലേ സ്വീകരിക്കേണ്ടത്? അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള ഒരു ധർമ്മമുണ്ട്, സംസ്കൃതിയുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ചൈനയുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ നാട്ടിലും ചാർവാകൻ ഉണ്ടായിരുന്നു. ചാർവാക മഹർഷിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ആ ചാർവാകനെ പോലും അംഗീകരിച്ചുകൊണ്ട് ചാർവാക മഹർഷിയെ പോലും ഈശ്വരതുല്യമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനെ, അറിവിനെ, അതിനെ നിങ്ങൾ നിലനിർത്തൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവിത്രമായിട്ടുള്ള നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വീക്ഷിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ഉള്ളിൽ അമ്മയോട് സ്നേഹമുള്ള, അച്ഛനോട് സ്നേഹമുള്ള, സഹോദരന്മാരോട് സ്നേഹമുള്ള, വളർത്തുമൃഗങ്ങളോട് സ്നേഹമുള്ള, ചെടികളോട് സ്നേഹമുള്ള, പ്രകൃതിയോട് സ്നേഹമുള്ള എല്ലാ കോൺഗ്രസ്സുകാരനും ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് പരിതപിക്കുകയാണ്. എന്താ കാരണമെന്നറിയുമോ? അവർക്കൊരു വാഹനം പിടിച്ചുകൊണ്ട് അവരുടെ രാമനെ കാണാൻ പോകാനുള്ള അവസരമാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്. ആഗ്രഹമുള്ള കോൺഗ്രസ്സുകാരൻ പോലും, ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, കേരളത്തിലെ പല വീടുകൾക്കകത്തും കോൺഗ്രസ്സുകാരുടെ അമ്മമാർ, അവരുടെ അനുജത്തിമാർ, അവരുടെ പെൺകുഞ്ഞുങ്ങൾ അവർ വിളക്ക് വെച്ചുകൊണ്ട് രാമമന്ത്രം ജപിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം രാമൻ രാഷ്ട്രീയമല്ല, രാമൻ ആത്മാവാണ്. രാമൻ ഈ രാഷ്ട്രത്തിന്റെ ആത്മാവാണ്. രാമന്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ ഭാരതാംബയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു നിമിഷത്തെയാണ് ഞാനും നിങ്ങളും ഏറ്റുവാങ്ങുന്നത്. ഒപ്പം വിദേശ ആക്രമണകാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ആ വിദേശ ആക്രമണകാരി വന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്തൂപങ്ങളെ തകർക്കുമ്പോൾ ആ വിദേശ ആക്രമണകാരിയെ സ്നേഹിക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് സാധിക്കുക? ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു അയൽവക്കക്കാരൻ ചെയ്തതല്ല, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അറിവില്ലാത്ത മനുഷ്യൻ ചെയ്തതല്ലോ. മുഹമ്മദ് ഗസ്നിയും ഖിൽജിയും തുഗ്ലക്കും ഉൾപ്പെടെയുള്ള എത്രയോ പതിറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ അടിമത്വത്തിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബ്രിട്ടൻ പോലും എത്രയോ പതിറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ അടിച്ചമർത്തി നീണാൾ വാണുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മപ്രഭ വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഉരുക്കു മനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികത്വം ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് റാം മനോഹർ ലോഹിയ. ആ റാം മനോഹർ ലോഹിയയുടെ വാക്കുകളെ പഠിച്ചിരുന്നുവെങ്കിൽ രാമന് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ രാമനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് ഇടതുപക്ഷക്കാർക്ക് പറയാൻ സാധിക്കുമോ? കോൺഗ്രസിന് പറയാൻ സാധിക്കുമോ? തന്റെ ഓരോ നിമിഷത്തിലും രാമമന്ത്രം ജപിച്ചുകൊണ്ടല്ലേ മഹാത്മാഗാന്ധി ഈ ഭാരതത്തിനകത്ത് ജീവിച്ചത്? സ്വാതന്ത്ര്യ സമര സേനാനികൾ, അത് ഒരുപക്ഷെ ബാലഗംഗാധര തിലകനെ പോലെ, അതല്ലെങ്കിൽ നമ്മുടെ വീരനായിട്ടുള്ള ഭഗത് സിംഗിനെ പോലെ, രാജഗുരുവിനെ പോലെ, സുഖദേവനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകൾ, ഓരോരുത്തർക്കും ഒറ്റ കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നു, ഈ ഭാരതത്തെ സ്വാതന്ത്ര്യത്തിൽ എത്തിക്കുക എന്നുള്ളത്. പക്ഷെ അവർക്കെല്ലാം ദിഷണ, അത് ഓരോ വ്യക്തിക്കും ആ ബുദ്ധി എന്ന് പറയുന്നത് ഒരൽപ്പം കുറവും ഒരൽപ്പം കൂടുതലും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ദിഷണാശാലികൾ അവരുടെ കഴിവിനും അവരുടെ ചിന്തയ്ക്കും അനുസരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആളുകളെ ഹൃദയപൂർവ്വം അടുപ്പിക്കുമ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സാത്വികനായിട്ടുള്ള മനുഷ്യൻ ആളുകളെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തിയത് ഈ ഒരൊറ്റ രാമമന്ത്രം കൊണ്ടാണ്. ആ മഹാത്മാഗാന്ധിയെയാണ് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നത്. ആ മഹാത്മാഗാന്ധിജിയുടെ രാമമന്ത്രത്തെയാണ് ഇന്ന് അപഹസിക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് എന്നുള്ളതാണ്. അത് അവരുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിന്റെ അവസാനത്തെ ദിനമായിട്ടാണ് ഇന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തിക്കും അവന് സ്വാതന്ത്ര്യമുണ്ട്, അവന്റെ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. അവൻ ഇപ്പോ നമുക്കറിയാമല്ലോ, ഇവിടെ ഈ കേരളത്തിനകത്ത് ആരാണ് ഹിന്ദുവല്ലാത്തതുള്ളത്? കാരണം ഹിന്ദു അമ്മമാരുടെ മക്കളാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ.
ഹിന്ദു അമ്മമാർ പ്രസവിച്ചതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർ. അതായത് അതാണ് നമ്മൾ പറയുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. കാരണം ഇവിടേക്ക് കടന്നു വന്നവരെ മുഴുവൻ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വിവാഹം കഴിക്കാനുള്ള ഭാര്യമാരെ സമ്മാനിച്ചത്. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങൾ ഉണ്ടായത് നമ്മുടെ അമ്മമാരിലാണെങ്കിൽ ഇവിടെ ഒന്നിനും വ്യത്യാസമില്ല എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ഒന്നാണ്. ആ ഒരൊറ്റ സൂചകത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും രാഷ്ട്രീയപരമായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ സർവേ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകം ജപിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, ബുദ്ധിയില്ലാത്ത കോൺഗ്രസ്സുകാർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ഈ ദിവസം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ നാട് കോൺഗ്രസ്സുകാരോടും മാർക്സിസ്റ്റ് പാർട്ടിക്കാരോടും BJP-കാരോടും ഒക്കെ നമ്മുടെ നാട് ഇന്ന് വിളിച്ചോതുന്നത് രാഷ്ട്രം അതിന്റെ പരം വൈഭവത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ആ രാഷ്ട്രത്തിന്റെ ഒരു പ്രധാനമന്ത്രി ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ അദ്ദേഹത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിലത്ത് തറയിൽ പായ വിരിച്ച് കിടന്നുറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കരങ്ങളാൽ നമ്മുടെ രാജ്യം ആത്മാഭിമാനത്തിൽ ഊന്നി നിൽക്കുമ്പോൾ ഇത് ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി തുടങ്ങിയതല്ല. ഒരുപക്ഷെ രാമനെ ചിന്തിച്ചുകൊണ്ടുള്ള വലിയ യാത്ര ഈ രാജ്യത്തുണ്ടായ സമയത്ത് ആ തേർത്തട്ടിന്റെ പിറകിലിരുന്നു കൊണ്ട് ഒരു ലക്ഷ്മണനെ പോലെ പ്രവർത്തിച്ച ചെറുപ്പക്കാരനാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കൈകളാൽ തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുടെ ദിനമുണ്ടാകട്ടെ എന്ന് ആരാധനായിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനിജിക്ക് പറയാൻ സാധിച്ചുവെങ്കിൽ അതിനർത്ഥം അടുത്ത തലമുറയിലൂടെ ഒരു വലിയ കർമ്മകാണ്ഡം തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനോട്, നോക്കൂ, നിങ്ങളിപ്പോ ഒരു പാമ്പിന്റെ വായ്ക്കകത്ത് കിടക്കുന്ന തവളയെപ്പോലെ പ്രതികരിക്കരുത്. തവളയ്ക്കറിയില്ല, തവള ഇല്ലാതായി പോവുകയാണ്. പാമ്പിന്റെ വായ്ക്കകത്ത് കിടക്കുന്ന തവള ആഗ്രഹിക്കുകയാണ് ഭക്ഷണത്തിന്. അത് രാമായണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചക്ഷുശ്രവണകളസ്തമാം ദർദരം ഭക്ഷണത്തിന് അപേക്ഷിച്ചതുപോലെ എന്ന്. ലക്ഷ്മണ, ഇങ്ങനെയാണ് ജീവിതം. ഇത് നീർക്കുമിള പോലെയാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നീർക്കുമിളയാണ്. എന്നാൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഒന്നാമത് രാഷ്ട്രമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കൂ. ആ ചുമരില്ലാതാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന കർമ്മ പദ്ധതിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറകോട്ട് പോവുകയും മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് രാമമന്ത്രത്തെ സ്മരിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ തെറ്റുതിരുത്താൻ തയ്യാറാകണം എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കർഷകരോട് എന്താണ് പറയാനുള്ളത് ഈ ദിവസം? അല്ല, അവരെല്ലാവരും, ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് ആ ഒരു ഏറ്റവും വലിയ തൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും സഹോദരിയും കുട്ടികളും ഒക്കെ പൂജിച്ച് കൊടുത്തയച്ചിട്ടുള്ള ഒരു കല്ല്, ആ കല്ല് ശില, ആ ശിലയെടുത്തുകൊണ്ട് ആ ശിലയെ ഈശ്വരനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ശിലയുമായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരു കർസേവകന്റെ കഴുത്തിൽ ഷളണിയിക്കാൻ, അദ്ദേഹത്തെ അനുമോദിക്കാൻ ഒരു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഇന്നലെ ഒരു അവസരമുണ്ടായി തിരുവനന്തപുരത്ത്. എനിക്ക് പറയാനുള്ളത്, അവരുടെ ഓരോരുത്തരുടെയും സ്വപ്നം അത് പൂവണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്വപ്നം പൂവണിഞ്ഞ ഈ ദിവസം നമ്മളെ സംബന്ധിച്ച് അത് വല്ലഭായ് പട്ടേലിന്റെ വാക്കുകളെ കടമെടുത്തു കഴിഞ്ഞാൽ അമ്മ തേജസ്വിനിയായി മാറിയിരിക്കുന്നു. നമ്മുടെ ഭാരതാംബ ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് നിൽക്കുകയാണ്. ആ കർമ്മകാണ്ഡത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ചിക്കാഗോയുടെ ഭൂമിയിൽ ചെന്ന പഴയ നരേന്ദ്രനെ പോലെ ഇന്ന് അഭിനവ നരേന്ദ്രൻ ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓരോ നിമിഷവും, അദ്ദേഹത്തിന്റെ ഓരോ പദചലനങ്ങളും ഈ രാഷ്ട്രത്തിലേക്ക് ആളുകളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി ചില ആളുകൾ എതിർക്കുന്നു എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നുള്ളൂ.